ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച നമ്മൾ ഓശാന തിരുനാൾ ആഘോഷിക്കുകയും തുടർന്ന് കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിപ്പിക്കുന്ന വലിയ പെസഹ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഈ ഞായറാഴ്ച നമുക്കായി നൽകപ്പെടുന്ന വചനഭാഗത്തിൽ ജെറുസലേമിൽ ആരാധനയ്ക്കായി വന്നു ചേർന്ന ഏതാനും ഗ്രീക്കുകാർ പീലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഈശോയെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു വെട്ടമാണ്. ഈശോയെ കാണുന്നതിന് വേണ്ടി അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്ന മാർഗം അത് കുരിശിൻ്റെ മാർഗമാണ്. കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ അത് നിത്യജീവനായി സൂക്ഷിക്കുന്നുവെന്ന് യേശുനാഥൻ പറയുന്നു. ആത്മപരിത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയാണ് യേശുവിനെ കണ്ടുമുട്ടുന്ന പാതയെന്ന് അവിടുന്ന് നമ്മൾക്ക് സൂചന നൽകുകയാണ്. നമ്മൾ ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് കർത്താവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ധ്യാനിക്കുമ്പോൾ അവിടുത്തെ പീഡകളോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞു വയ്ക്കുക. പ്രകൃതി നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ദൃഷ്ടാന്ത കഥയുണ്ട്. അത് ഇപ്രകാരമാണ്. ഏതാനും പട്ടാളക്കാർ ചേർന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും 2 തടവ് പുള്ളികളെ വിജനമായ ഒരു സ്ഥലത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. അതിൽ ഒരുവൻ യഹൂദനും അപരൻ ഫ്രഞ്ചുകാരനുമാണ്. വിജനമായ നനവുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ ഫ്രഞ്ചുകാരൻ്റെ കയ്യിൽ കൂന്താലി കൊടുത്തിട്ട് ആ പട്ടാളക്കാർ പറയുകയാണ്, നീ ഇവിടെ ഒരു കുഴി കുഴിക്കുക, എന്നിട്ട് ഈ യഹൂദനെ ഇവിടെ കുഴിച്ചു മൂടുക എന്ന്. ആ ഫ്രഞ്ചുകാരൻ്റെ ഹൃദയം പിടഞ്ഞു, അയാൾക്ക് മനസ്സ് വന്നില്ല. അയാൾ പട്ടാളക്കാരുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ വഴങ്ങാതെ ആ നീചകൃത്യം ചെയ്യാൻ തയ്യാറായില്ല. ഉടനെ തന്നെ ആ കൂന്താലി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് യഹൂദൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ പട്ടാളക്കാർ പറയുകയാണ്, അനുസരണയില്ലാത്ത ഈ പരീക്ഷയെ നീ ഇവിടെ കുഴിച്ചു മൂടുക എന്ന്. ഉടനെ ആ കൂന്താലി എടുത്തിട്ട് യഹൂദൻ അവിടെ ഒരു കുഴി കുഴിക്കുകയും ആ ഫ്രഞ്ചുകാരനെ അവിടെ ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തു. ആരുമറിയാതെ അസ്തമിച്ച ആ നന്മയ്ക്ക് മുമ്പിൽ നമ്മുടെ മനസ്സ് ഇടറുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെയെല്ലാം അതിജീവനത്തിൻ്റെ കഥ ഇത് തന്നെയല്ലേ? നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ആരുടെയൊക്കെയോ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അനന്തരഫലമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഓരോ നേട്ടങ്ങളും അതിൻ്റെ പുറകിൽ എത്രയോ ആളുകളുടെ ത്യാഗപൂർവമായ പ്രാർത്ഥനയും ത്യാഗോജനമായ ജീവിത സമർപ്പണവും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഓരോ നേട്ടങ്ങൾക്കും പുറകിൽ മറ്റുള്ളവരുടെ നന്മ കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ പാതയിലേക്ക് നമ്മൾ നടന്നെടുക്കുക. ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇത് തന്നെയാണ്, സഹനങ്ങൾ ഏറ്റെടുക്കുക. ക്രിസ്തീയ സഹനം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന സഹനമല്ല. യേശുവിൻ്റെ മരണം അത് അവിടെ തീരുന്നില്ല, മറിച്ച് മഹത്വപൂർണമായ ഉത്ഥാനത്തിലേക്കാണ് യേശുവിൻ്റെ കുരിശുമരണം നമ്മളെ നയിക്കുന്നത്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹനങ്ങളെ വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ സഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹനമായിട്ട് ക്രിസ്ത്യ ജീവിതം നമ്മൾക്ക് കാണേണ്ടതില്ല. പലപ്പോഴും ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ സഹനങ്ങളുടെ ഒരു ആകെത്തുകയായിട്ടാണ് ചിത്രീകരിക്കുക. നമ്മൾ യേശുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ധാരാളമായി ഉണ്ടാകുന്നുവെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ യഥാർത്ഥമായ സഹനം എന്ന് പറയുന്നത് അത് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന സഹനമല്ല.
യഥാർത്ഥമായ കുരിശുമരണം എന്ന് പറയുന്നത് നമ്മൾ ശൂന്യതയിൽ അവസാനിക്കുന്ന ഒന്നായിട്ടല്ല ക്രിസ്ത്യ ജീവിതം ചിത്രീകരിക്കുന്നത്. മറിച്ച് സഹനത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിന് പുതുവെട്ടം നൽകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ത്യാഗപൂർവമായ ജീവിത വീക്ഷണങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഐശ്വര്യമേകുവാനും സന്തോഷമേകുവാനും നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തീയ സഹനത്തിൻ്റെ ഉടമകളായിട്ട് മാറുക. ഇപ്രകാരം നമുക്ക് കർത്താവിൻ്റെ സഹനത്തിൻ്റെ പ്രത്യേകതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് നമുക്കെല്ലാവർക്കും ലോകത്തിന് മുഴുവനും രക്ഷപ്രദാനം ചെയ്തു. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ വശം സഹിക്കുക എന്നുള്ളതല്ല, മറിച്ച് സഹനത്തിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന നന്മകളാണ്, ഫലങ്ങളാണ്. കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അനേകം ഫലം പുറപ്പെടുവിക്കും എന്ന് യേശുനാഥൻ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി തീരാൻ നമുക്ക് സാധിക്കണം. യേശുനാഥൻ തൻ്റെ മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് നന്മകൾ നൽകിയതുപോലെ നമ്മുടെ സഹനത്തിലൂടെയും ത്യാഗപൂർവമായ ജീവിതത്തിലൂടെയുമൊക്കെ മറ്റുള്ളവർക്ക് നന്മയും രക്ഷയും പ്രദാനം ചെയ്യുവാൻ സർവേശ്വരൻ നമ്മളെ കാരണമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പലപ്പോഴും സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നെഗറ്റീവായ ചിന്താഗതിയാണ് നമ്മൾ വച്ചു പുലർത്തുക. ജീവിതത്തിൻ്റെ ശൂന്യതയെക്കുറിച്ചാണ് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറ്. എത്ര പെട്ടെന്നാണ് നമ്മൾ ശൂന്യതയിൽ നിന്നും ശൂന്യതയിലേക്ക് ആണ്ടുപോകുന്നത് എന്ന ഒരു ലിഖിതം 1-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ജീവിതത്തെക്കുറിച്ച് അർത്ഥരഹിതമായ ഒരു ചിന്താഗതി വച്ചു പുലർത്തുന്ന അനേകം വ്യക്തികളെ നമ്മൾക്ക് ഇന്നും കാണുവാൻ സാധിക്കും. എന്നാൽ യേശുനാഥൻ തൻ്റെ കുരിശുമരണത്തിലൂടെയും സഹനത്തിലൂടെയുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു ചിത്രമാണ്. ഈ ലോകത്തിലെ സഹനങ്ങൾക്കപ്പുറം പ്രത്യാശപൂർണമായ ഒരു ജീവിതമുണ്ട്. നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നമുക്ക് രക്ഷപ്രദാനം ചെയ്യാൻ സാധിക്കും എന്ന് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പെസഹ രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾക്ക് യേശുവിൻ്റെ രക്ഷയുടെ പാതയിലേക്ക് പ്രവേശിക്കാൻ ആകട്ടെ. പലപ്പോഴും സഹനങ്ങളെ നമ്മൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കാതെ പോകുന്നത് പ്രാർത്ഥനയുടെ ഒരംശം അതിൽ കൊടുക്കാത്തത് കൊണ്ടാണ്. യേശുനാഥൻ തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന ചിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള യാതനകളാണ് അവിടുന്ന് സഹിച്ചത്. ഗെത്സമേൻ തോട്ടത്തിൽ രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ രാത്രി മുഴുവനും കാരാഗൃഹത്തിൽ അവിടുന്ന് പീഡകൾ അനുഭവിക്കുന്നു. അതിരാവിലെ അവിടുന്ന് വിചാരണ ചെയ്യപ്പെടുന്നു. എല്ലാറ്റിൻ്റെയും അവസാനമാണ് അവിടുന്ന് കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നത്. ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത അത്രമാത്രം പീഡകളാണ് അവിടുന്ന് സഹിച്ചത്. ഒരു മനുഷ്യനെ താങ്ങാൻ കഴിയാത്ത അത്രമാത്രം വേദനകളാണ് അവിടുന്ന് സഹിച്ചത്. എപ്രകാരമാണ് യേശുവിനെ ഇതെല്ലാം സഹിക്കാനും അങ്ങേ അറ്റം വരെ കുരിശ് വഹിച്ചുകൊണ്ട് പോകാനും സാധിച്ചത്? അതിന് കാരണമായി നിൽക്കുന്നത് ഗെത്സമേൻ തോട്ടത്തിൽ അവിടുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. 2 കള്ളന്മാരും കുരിശ് വഹിക്കുന്നുണ്ട്. എന്നാൽ അവർ കുരിശ് വഹിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. സ്വന്തം ജീവിതത്തെ പഴിചാരിക്കൊണ്ടും മറ്റുള്ളവരിൽ തിന്മ ആരോപിച്ചുകൊണ്ടുമൊക്കെയാണ് അവർ കുരിശ് വഹിക്കുക. അതിന് കാരണം അവർക്ക് പ്രാർത്ഥനയുടെ ഒരു ശക്തിയില്ല എന്നുള്ളത് തന്നെയാണ്. യേശുവിനെ പോലെ സ്നേഹപൂർവ്വം കുരിശുകൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ഈ ലോകത്തിൽ സ്വന്തം ജീവൻ ദ്വേഷിക്കുന്നവൻ അത് നിത്യജീവനായി പരിരക്ഷിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥനയിലൂടെ സഹനങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ ഓശാന ഞായറാഴ്ചയിലേക്കും തുടർന്ന് കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിപ്പിക്കുന്ന വലിയ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം നമുക്കുമുണ്ടായിരിക്കട്ടെ. യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുക അവിടുത്തെ കുരിശിൻ്റെ പാതയിലാണ്. ആ കുരിശിൻ്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കുവാനും അത് മറ്റുള്ളവർക്ക് വേണ്ടി
രക്ഷാകരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ സഹനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് സഹിക്കുക എന്നുള്ളതിലല്ല, മറിച്ച് സഹനത്തിലൂടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്, രക്ഷാകരമായ ഫലങ്ങൾ. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ രക്ഷാകരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.